വണ്ടി ആയതുകൊണ്ട് തിരിച്ചോട് തന്നെ തെരഞ്ഞു തരില്ല. അല്ലെങ്കിൽ ഞാൻ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ ചെറിയൊരു വാഹനത്തിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇപ്പോൾ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് നമ്മൾ ഈ റോഡിലൂടെ പോകുന്നതാണ് നമ്മൾ ഭയങ്കര കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കും. അതിൻ്റെ ആ ഒരു ശബ്ദം, അതിൻ്റെ ആ ഒരു രൂപകൽപ്പനയൊക്കെ ആസ്വദിക്കുക. നമ്മൾ കൺവെട്ടത്തു നിന്ന് പോയി മറയുന്നത് വരെ നമ്മളതിൻ്റെ നോക്കി നിൽക്കും. പക്ഷേ ഒരു 10-20 വർഷമൊക്കെ പിന്നിടുമ്പോൾ അതിൻ്റെ ഷോറൂമുകളുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു. അത് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫാക്ടറികളൊക്കെ എല്ലാ സിറ്റികളിലൊക്കെ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ വളരെ സുലഭമായിട്ട് എല്ലാവരും വണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ഇറക്കുന്നു. വണ്ടികൾ ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് നമ്മൾ കാണും. നമുക്ക് കൗതുകം ഇത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് കൗതുകം തോന്നുന്ന ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഹാർലി പോലത്തെ ഒരു വണ്ടി ഇറങ്ങുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ പോലത്തെ ചെറിയൊരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഹാർലിയുടെ ബൈക്കുകൾ നമ്മൾ ഇവിടെ ആരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ട്രിപ്പ് വരുന്ന ഒരുപാട് വണ്ടികൾ ഗൂഡല്ലൂർ വഴി കടന്നു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഹാർലിയുടെ പല മോഡലിലുള്ള വണ്ടികളും കടന്നു പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗൂഡല്ലൂരിലൊരു സുഹൃത്തിന് സ്വന്തമായിട്ട് ഹാർലി ഉണ്ട്. ഇതാണ് ഗൂഡല്ലൂരിലുള്ള ഏക ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക്. നമുക്ക് ആ ബൈക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർലിയുടെ ഒരു ബേസ് മോഡൽ വണ്ടിയാണ് കേട്ടോ. ഇത് പിന്നെ 750cc എൻജിൻ ഉള്ള ഒരു വണ്ടിയാണ്. 750cc ബേസ് മോഡൽ ആണ് ഇത്. പിന്നെ ഹാർലിയിൽ സ്റ്റാർട്ടിങ് തന്നെ 750cc ബൈക്കുകൾ വരുന്നത്. നമ്മുടെ ഗൂഡല്ലൂരിൽ ആദ്യമായിട്ട് ഹാർലി ഡേവിഡ്സൺ കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഷിബു ബ്രോ ആണ്. ഷിബുവിൻ്റെയാണ് ഈ വണ്ടി. അപ്പോൾ ഇത് എടുക്കാണ്ടായ കാരണം എന്താണ് ശരിക്കും? അത് ഇഷ്ടം കൂടിയോ? കുറേ കൊല്ലത്തിൻ്റെ ആഗ്രഹമാണ്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി വാങ്ങാൻ തന്നെ ഒരു കൊല്ലം ഇങ്ങനെ കുറേ നോക്കി പിന്നെ ഒരു വണ്ടി സെറ്റായപ്പോൾ മേടിച്ചാണ്. കുറേ കൊല്ലത്തിൻ്റെ ആഗ്രഹമാണ് മേടിക്കണം എന്നിട്ട്. ഇപ്പോൾ ഇത് മേടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും ചെയ്തോ? ബാക്ക് റെസ്റ്റ് വെച്ചിരുന്നത് എൻ്റെ മോളുണ്ട്. മോൾക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ ഇത് ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് ഭയങ്കര പവർഫുൾ. അപ്പോൾ കൊച്ചു ബാക്കിലോട്ട് വീഴുമ്പോൾ അതുകൊണ്ട് ഈ ബാക്ക് റെസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തതാണ് ഈ സാധനം അല്ലേ? ബാക്ക് റെസ്റ്റ്. ഈ സൈലൻസർ മാറ്റിയതാണ്. സൈലൻസർ മാറ്റിയതാണല്ലേ? സൈലൻസർ മാറ്റിയത് കമ്പനി തന്നെ വരുന്ന ഈഗിൾ എക്സോസ്റ്റ് പറയും. അപ്പോൾ അതിന്റെ സ്ക്രീമിങ് ഈഗിൾ എക്സോസ്റ്റ് ഇട്ടാൽ ഈ വണ്ടിന്റെ പെർഫോമൻസ് അതിന് കാണാൻ പറ്റും. അതിന്റെ ഒച്ചയും ഇതൊക്കെ വരുന്നെങ്കിൽ ഈ സൈലൻസർ ഇട്ടന്നെ ആകണം. അപ്പോൾ ഇത് നിങ്ങൾ മാറ്റിയതാണ് എക്സ്ട്രാ. പിന്നെ ഫ്രണ്ട് ഭയങ്കര ഹീറ്റ് എക്സോസ്റ്റ് ആകണോണ്ട് ഒരു മഡ് ഫ്ലാബ് എക്സ്ട്രാ ഇട്ടുണ്ട്. മഡ് ഫ്ലാബ് അതായത് ഹാർലിന്റെ എഞ്ചിൻ വന്നിട്ട് സിംഗിൾ എഞ്ചിൻ ഡ്യുവൽ ഹെഡ് ആണ് കേട്ടോ. ഇതിന്റെ ഈ ഭാഗത്തൊരു ഹെഡ് ഉണ്ടാവും, ഈ ഭാഗത്തൊരു ഹെഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇരുന്ന് ഇത് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കാലിലേക്ക് ഇവിടുന്ന് ഹീറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഹീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മഡ് ഫ്ലാബ് ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് ബ്ലോക്ക് ആകും. ഇവിടെ വന്നിട്ട് ഹീറ്റ് നമുക്ക് കാലിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ള വണ്ടികളെ പോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ മറ്റുള്ള നമ്മുടെ വണ്ടികൾക്കൊക്കെ വന്നിട്ട് നമുക്ക് ശരിക്കും അതിൻ്റെ ഉള്ള ചെയിനായിരിക്കും ഉണ്ടാവുക. ഈ വീലിനെ നമ്മൾ എഞ്ചിനായിട്ട് കണക്ട് ചെയ്യുന്ന ചെയിനായിരിക്കും. പക്ഷേ ഇതൊരു ബെൽറ്റാണ് ഉണ്ടോ? ഈ ബെൽറ്റാണ് ഇതിൻ്റെ ഒരു പിന്നെ ഒരു ഡിഫറെൻ്റ് എന്ന് പറയുന്നത് മറ്റു ബൈക്കുകളെ അപേക്ഷിച്ച്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ആൾട്രേഷൻ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റ് ഇത് മിൽക്കി വൈറ്റ് ഹെഡ്ലൈറ്റ് ആണ്. ഇത് ഇപ്പോൾ ഉള്ളത് HD മിൽക്കി വൈറ്റ് ഹെഡ്ലൈറ്റ് ആണ്. എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. എക്സ്ട്രാ ആണല്ലേ? അപ്പോൾ ഇത് മോഡല് 2016 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇത് ബേസ് മോഡൽ ഷോറൂമിൽ ഇറങ്ങുമ്പോൾ എത്ര പ്രൈസ് വരുന്നുണ്ട് നമുക്ക്? 7 lakh എന്നാണ്. ഈ സൈലൻസറിന് 55,000 ആണ്. അതൊക്കെ ചാർജ് വരുമ്പോൾ 7 lakh ആവും. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈലൻസർ വന്നിട്ട് കമ്പനി തരുന്ന സൈലൻസർ വന്നിട്ട് കുറച്ച് ഒരു ബീറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രോ വന്നിട്ട് ഇതിന് സൈലൻസർ എക്സ്ട്രാ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു സൈലൻസർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി 55,000 ആ സൈലൻസറിൻ്റെ റേറ്റ് ആണ് അത്ര. പിന്നെ ഇതിൽ വേറെ ചേഞ്ചസ് എന്ന് പറയാൻ ഇതിലൊന്നുമില്ല. മീറ്റർ കൺസോൾ ഇത് തന്നെയാണല്ലേ? ഇത് ഗ്രിപ്പ് വലിയ HDന്റെ ഒറിജിനൽ ഗ്രിപ്പാണ് ഇട്ടിരിക്കുന്നത്. നോർമൽ ഗ്രിപ്പ് അല്ല ഈ ഗ്രിപ്പ് ഇട്ടിരിക്കുന്നത്. ഇത് HDന്റെ ഒറിജിനൽ ഫിറ്റിംഗ് ആണ്. ഓക്കെ. പിന്നെ മിററൊക്കെ എക്സ്ട്രാ വെച്ചാണല്ലേ? ടാങ്ക് കപ്പാസിറ്റി ഒരു സാധാ നോർമൽ 15 ലിറ്ററിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ അല്ലേ? 15 ലിറ്ററിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ.
എന്തായാലും നമ്മുടെ ഗൂഡല്ലൂരിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഒരു ഹാർലി ഡേവിഡ്സൺ നമ്മളെ കാണുന്നത്. അപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കൗതുകം സൃഷ്ടിക്കണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ബൈക്ക് കാണുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് കൗതുകം തോന്നുന്നുള്ളൂ. ഗൂഡല്ലൂരിനെ സംബന്ധിച്ച്. പക്ഷേ ഇങ്ങനത്തെ ബൈക്ക് പുറത്ത് സിറ്റിയിൽ പോയാലും ഒരുപാട് നമുക്ക് കാണാം. ഞാൻ ബാംഗ്ലൂരിൽ കുറേ ജോലി ചെയ്തപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ 2011 പുതിയൊരു എൻഫീൽഡ് എടുത്ത് ഒരു 3 വർഷം ഓടിച്ചു വിറ്റു. പിന്നെ കുറേ ചാൻസ് ബുള്ളറ്റ് വാങ്ങാൻ കിട്ടി, തണ്ടർബേർഡ് വാങ്ങുക, ഓൾട്ടർ ചെയ്യുക, അങ്ങനെയൊക്കെ ഓർത്തു. പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ ഇനി മേടിച്ചാൽ ഹാർലേ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരു വേറെ വണ്ടി മേടിക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഈ 2020 ഇത് പോസിബിലിറ്റി ആയത്. അതായത് ഇതിൻ്റെ ഫ്രഷ് വണ്ടിക്ക് വന്നിട്ട് 7 lakhന്റെ മേളിൽ വരും അല്ലേ? പുതിയ വണ്ടി എടുക്കണമെങ്കിൽ, അതായത് ബേസ് മോഡൽ ഹാർലിൻ്റെ ഒരു വണ്ടി എടുക്കണമെങ്കിൽ വരും. അപ്പോൾ ബ്രോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ? ഏകദേശം എത്ര റേറ്റ് വന്നു നിങ്ങൾക്ക് സെക്കൻഡ് റേറ്റ്? നമുക്ക് 3.5 ലക്ഷം പ്ലസ് ഒരു 40,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. അതൊരു 4 lakhന്റെ ഉള്ളിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചേർത്തിട്ട് വണ്ടിക്ക് ആയിട്ടുണ്ട്. വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ എന്താ ഫീല്? സത്യം പറയാമല്ലോ, ഞാൻ എൻഫീൽഡൊക്കെ വെച്ച് ഓടിച്ചാണ്. എൻഫീൽഡും ഇതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ എൻഫീൽഡിൻ്റെ 650cc ഇതൊരു 100cc കൂടുതലുള്ളൂ, പക്ഷേ ഇതും അതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹൈവേയിൽ ഒരു 120, 140 ഒക്കെ നമ്മൾ ഒന്നും ചെയ്യാതെ ആയിക്കോളും. ജസ്റ്റ് ഒരു 2 seconds 120, 140 അടിക്കുക. അത്ര നല്ല വണ്ടിയാണ്. വൺസ് നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് വണ്ടി ഓടിച്ചാലും നമുക്ക് സാറ്റിസ്ഫൈ ആകുകയില്ല. ഓക്കെ. അപ്പോൾ വണ്ടിൻ്റെ ഇതാണ്. നമുക്കിനി ഇതിൽ ചെറിയൊരു റൈഡൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട്. പോട്ടെ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു ഹാർലിയിൽ കയറിയിട്ട് ഒന്ന് റൈഡ് ചെയ്യാൻ പോവാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. മൈസൂർ പോകും അങ്ങനെ. മൂപ്പര് വണ്ടി ആയതുകൊണ്ട് തിരിച്ചോടുന്നത് എന്നെ തെരഞ്ഞു തരില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോകുമായിരുന്നു. ഓടിച്ചാൽ പോയി തീരില്ല. ഈ വണ്ടി നമ്മളെ ബ്രോ ഇവിടെ ആദ്യമായിട്ട് ഇറക്കിയപ്പോഴേ പിന്നെ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇതൊരു ഹാർലി ആണെന്ന്. കാരണം നമ്മുടെ ബജാജ് അവെഞ്ചർ അതുപോലത്തെ വണ്ടികളുണ്ടല്ലോ, അങ്ങനത്തെ വണ്ടികളെടുത്ത് ആൾട്ടർ ചെയ്തതാണെന്ന് കുറേ പേര് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ അതല്ല, ഇത് ശരിക്കും ഹാർലി തന്നെയാണ്. ഹാർലി ബ്രോ ഒരു ക്രൈസിൻ്റെ പേരിൽ വളരെ റിസ്ക് എടുത്തിട്ട് ഒരുപാട് സ്വപ്നം കണ്ടിട്ടൊക്കെ അവസാനം എടുത്തതാണ്. അപ്പോൾ ഗൂഡല്ലൂരത്തെ ഒരു യൂണിക്കായിട്ട് ഒരു ഹാർലി ഉള്ള ഒരു ബ്രോ ആണ് നമ്മുടെ ഷിബു. അപ്പോൾ എന്താ പറയുക, പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ടബിൾ അറിയണത് കേട്ടോ. അതായത് നമുക്ക് നല്ലൊരു റോഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പിന്നെ സെക്കൻഡുകൾ കൊണ്ട് കിലോമീറ്റർ താണ്ടി പോകാൻ പറ്റും, അത്രയ്ക്ക് പവറുള്ളതാണ്. കാരണം 750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പവറൊന്നുമല്ല. നമ്മൾ അതിനുള്ള റോഡില്ലെങ്കിലും സംഭവം പൊളിയാണ്. നല്ല റോഡിലേക്ക് റൈഡൊക്കെ പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ പൊളിക്കും.
അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ ഗൂഡല്ലൂരിലെ ഏക ഹാർലീൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഹാർലിക്ക് ഒരു അവസരം തന്ന ബ്രോയ്ക്ക് നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.